So, good evening, all of you. A warm welcome to all of you to Nursing Acharya Central Government Nursing Officer Exam Webinar. സോ ഇന്നത്തെ വെബിനാറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ തരിക എന്നുള്ളതാണ്. എയിംസ് നോർസെറ്റ് 10, നോർസെറ്റ് 11, RRB, ജിപ്മർ, ESI, ശ്രീ ചിത്ര, ട്രിവാൻഡ്രം, നിംഹാൻസ് ബാംഗ്ലൂർ തുടങ്ങി 1 lakh above സാലറി വരുന്ന നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ 2026 നമുക്ക് മുന്നിലുള്ളത്. സോ ഇന്ന് നമുക്ക് ഈ എക്സാംസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്പോക്ക് പേഴ്സൺസ് ആയിട്ടുള്ളത് രണ്ട് റിനൗൺഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാം എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. അതിലാദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വിശാന്ത് സാറിനെ കുറിച്ചാണ്. വിശാന്ത് സാറിന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം കോച്ചിങ് രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് അദ്ദേഹം. ഇപ്പോൾ വിശാന്ത് സാറ് MSc ഫ്രം കുഹാസ്, അതുപോലെ തന്നെ MPhil ഫ്രം മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ വളരെ റിനൗൺഡ് ആയിട്ടുള്ള ടാർഗറ്റ് ഹൈ ബുക്കിന്റെ ഒക്കെ എഡിറ്റർ ആണ് വിശാന്ത് സാറ്. അപ്പോൾ സാറാണ് നമ്മുടെ ഒരു സ്പോക്ക് പേഴ്സൺ, നമ്മുടെ മെയിൻ സ്പോക്ക് പേഴ്സൺ ആയിട്ടുള്ളത് വിശാന്ത് സാറാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്കുള്ളത് അഖിൽ സാർ നമ്മുടെ കൂടെയുണ്ട്. അഖിൽ സാറ് ഇപ്പോ കറന്റ്ലി എയിംസിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ആയിട്ട് വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തിന് 12 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എയിംസിൽ. അപ്പൊ അഖിൽ സാറും നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അഖിൽ സാറിലേക്ക് പോകാം. അഖിൽ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രിപ്പറേഷനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് തീരുമാനിക്കുന്നതിൽ വലിയ ഘടകമാണ് നമ്മൾ എങ്ങനെ നോർസെറ്റ് അതുപോലെ തന്നെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ പ്രിപ്പറേഷനെ പറ്റി ആലോചിക്കുമ്പോൾ. അപ്പൊ അത് അഖിൽ സാറിന് നമുക്കൊരു നല്ല ഐഡിയ തരാൻ പറ്റും. അപ്പം സർ പ്ലീസ്, അഖിൽ സർ. Okay, good evening everyone. Thank you Nursing Acharya for inviting me in this session. So നോർസെറ്റ് പ്രിപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ 4 year കോഴ്സ് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഇനി എന്ത് ജോലി എന്ത് നേടണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് കുറച്ചു കാലം മുന്നേ വരെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ടുവരുന്നത് നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് തേർഡ് ഇയർ മുതൽ 4th year അങ്ങനെ എയിംസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 4ാം വർഷം കഴിഞ്ഞ് പാസ് ഔട്ട് ആവുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം, പ്രിപ്പറേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ തേർഡ് ഇയർ മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മളെ പഠനത്തോട് കൂടെ നോർസെറ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം. അപ്പൊ അതില് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വിശാന്ത് സാർ ഇവിടെ ഇപ്പൊ തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിന് മുന്നേ തന്നെ എന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തരുത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകണം. പിന്നെ നമുക്ക് വരുന്ന എക്സാംസ് നോർസെറ്റ് മാത്രമെന്നല്ല, ഏതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണം, എഴുതണം. അങ്ങനെ ഒരുപാട് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമ്മളൊരു ട്രാക്കിലേക്ക് കയറി വരുള്ളൂ. അതുപോലെ തന്നെ മിനിമം ഡെയിലി നമ്മൾ കഴിഞ്ഞ കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ മിനിമം ഒരു 400 to 500 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ചെയ്യണം. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞു വരുന്നതോട് കൂടി തന്നെ നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഒരു 300 to 500 ക്വസ്റ്റ്യൻസ് പെർ ഡെയിലി ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു 8ാമത്തെ സെമിസ്റ്റർ അല്ലെ 7ാമത്തെ സെമിസ്റ്റർ കുട്ടികളൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ പഠിക്കണം. അപ്പൊ ആ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വേണം, എങ്ങനെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ടിൽ എക്സാം വരെ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശാന്ത് സാറ് നമുക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഇപ്പം ജോലി നമ്മൾ ഇൻ സർവീസിൽ നമുക്കൊരു 2 വർഷത്തെ സ്റ്റഡി ലീവ് അവൈൽ ചെയ്യാൻ പറ്റും. 5 വർഷത്തെ റെഗുലർ സർവീസിന് ശേഷം നമുക്ക് ഒരു 2 വർഷത്തെ സ്റ്റഡി ലീവ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ എന്റെ സർവീസിൽ കയറിയിട്ട് 8 വർഷത്തിന് ശേഷം ഞാൻ 2 വർഷം സ്റ്റഡി ലീവ് എടുത്തിട്ട് ഞാൻ കേരളത്തിൽ വന്നിട്ട് MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് ജോയിൻ ചെയ്തു.
അപ്പൊ അതിന് ഗവൺമെന്റ് പറയുന്ന പ്രകാരം നമ്മൾ 2 വർഷത്തെ സ്റ്റഡി ലീവ് അവൈൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഇയർ ബോണ്ട് നമുക്ക് ഉണ്ടാവും. അതായത് വിത്ത് സാലറിയിലാണ് നമ്മൾ പഠിക്കാൻ വരുന്നത്. അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്ത് നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് നമുക്ക് നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള വിശാന്ത് സാറ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വിശാന്ത് സാറെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഗുഡ് ഈവനിങ് വിശാന്ത് സാർ. ഗുഡ് ഈവനിങ് അഖിൽ സാർ, ഗുഡ് ഈവനിങ്. ഒരുപാട് ഇത് എനിക്ക് എൻ്റെ സെക്കൻഡ് ബാച്ചാന്ന് തോന്നുന്നു ഞാൻ ഈ നഴ്സിംഗ് ആചാര്യയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഒരുപാട് നല്ല നല്ല കുട്ടികൾ നഴ്സിംഗ് ഓഫീസറായിട്ട് വരട്ടെ. നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം അതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാം നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. പൊതുവേ എൻ്റെ PPT എല്ലാം ഇംഗ്ലീഷിലാണെങ്കിലും ഞാൻ എല്ലാം മലയാളത്തിലാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്ലാസ് എടുത്തെടുത്ത് എനിക്ക് ഈ മലയാളത്തിൽ പോരായ്മകൾ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും, കാരണം ലാംഗ്വേജ് പ്രോബ്ലം വരും, എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സും എന്നിൽ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ക്ലാസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി ക്ലാസ് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പം ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിന്റെ 2 ഒബ്ജക്റ്റീവ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്തായാലും ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് ഓഫീസർ എക്സാം എഴുതിയവരായിരിക്കാം, അല്ലെങ്കിൽ എഴുതുന്ന പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ നഴ്സിംഗ് ആചാര്യ ഈ ക്ലാസ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തുന്ന 2 പ്രധാന ഉദ്ദേശങ്ങളാണ്. ഒന്നാമത്തത്, എന്തൊക്കെയാണ് നഴ്സിംഗ് ഓഫീസർ, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഒരു നഴ്സിംഗ് ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ നഴ്സിംഗ് ആചാര്യയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്, നിങ്ങൾക്കൊരു നഴ്സിംഗ് ഓഫീസർ ആകുക എന്നുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസർ ആകുക എന്നുള്ളത്. അപ്പൊ അത് ആകണമെങ്കിൽ അതൊരു കോച്ചിങ് സെന്റർ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ ആ കോച്ചിങ് സെന്റർ നിങ്ങൾക്ക് എന്ത് തരും, അത് നിങ്ങളെ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ, ഇപ്പൊ നിങ്ങളെപ്പോലെ ഞാനും ഒരു കാൻഡിഡേറ്റ് 10, 11, 12, 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം ഞാനും ആസ് എ കാൻഡിഡേറ്റ് ഞാൻ അസസ് ചെയ്യും, ഈ കോച്ചിങ് സെന്റർ എനിക്ക് നഴ്സിംഗ് ഓഫീസർ ആകാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ തരും, അതും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ്, ഒരു സെക്കൻഡ് ഞാൻ ക്യാമറ ഒന്നും ആയിക്കോട്ടെ. ഓക്കെ, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ തരുന്നത്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു നഴ്സിംഗ് ഓഫീസർ ആകാൻ പോകുന്ന നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ തരുന്നത്. ഒന്ന്, പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് സാലറി ആയിരിക്കും കിട്ടുന്നത്, ബട്ട് നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കും. സോ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അങ്ങോട്ട് പറയാം. എക്സാമ്പിൾ, ESIC ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന എയിംസ് പോലുള്ള ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എയിംസ് ഇപ്പൊ ഡൽഹിയിൽ ഉണ്ടാകുന്നുണ്ട്, പട്നയിലുണ്ട്. ഇതിന്റെ എല്ലാ അഡ്മിനിസ്ട്രേഷൻസ് വേറെ വേറെയാണ്. അതിന് പ്രത്യേകം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷേ പേ സ്കെയിൽ എല്ലാം ഒന്നാണ്. അപ്പൊ 2 ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെ, മിലിറ്ററി നഴ്സിംഗ് സർവീസ്. നിങ്ങൾ കേട്ട് കാണും, MNS, മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ESIC, നാലാമത്തെ റെയിൽവേ ഹോസ്പിറ്റൽസ്, പിന്നെ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത്രയുമാണ് നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് ഓഫീസർ ജോലി സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ്, ഇനി ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞാൻ നേരെ ഡിസ്കസ് ചെയ്തായിരുന്നു.
അപ്പൊ ഇത്രയുമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സഫ്തർജംഗ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സഫ്തർജംഗ് ഹോസ്പിറ്റൽ, കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, LHMC ന്യൂഡൽഹി, ലേഡി ഹാർഡിൻ മെഡിക്കൽ കോളേജ് എന്ന് പറയും. പിന്നെ NITRD ന്യൂഡൽഹി, റെസ്പിറേറ്ററി ഡിസീസിന്റെ ഹോസ്പിറ്റലാണ്. വല്ലഭായ് പട്ടേൽ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാർഡിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. CGHS ഡിസ്പെൻസറി, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഡിസ്പെൻസറീസ്, ഇതെല്ലാം പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്. ഇനി ഏതൊക്കെയാണ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? 23 എയിംസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ എയിംസ് ആണ്. ഇതെല്ലാം ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറഞ്ഞ പോലെ ഓരോ എയിംസും ഓരോ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഓരോ അഡ്മിനിസ്ട്രേഷൻസ് ആണ്. ബട്ട് ദേ ആർ ഗിവിംഗ് സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ. ഈ എയിംസ് 23 എയിംസ് ഉണ്ട്. പിജിമർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗഡിലുള്ള, ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ള, നിംഹാൻസ് ബാംഗ്ലൂരിലുള്ള, STITM അതായത് ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം സ്ഥിതി ചെയ്യുന്ന, നീഗരിംസ് നമ്മുടെ ഷിലോങ്ങിലുള്ളത്, മേഘാലയ എന്ന സംസ്ഥാനത്തിൽ തലസ്ഥാനമായ ഷിലോങ്ങിൽ നീഗരിംസ് ഉണ്ട് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, RCC ട്രിവാൻഡ്രത്തുള്ള. ഇത്രയുമാണ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇനി അടുത്തത് എയിംസ്. ഞാൻ പറഞ്ഞു 23 എയിംസ് ഉണ്ട്. 17 എണ്ണമാണ് കഴിഞ്ഞ നോർസെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതായത് നോർസെറ്റ് 9. ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം നോർസെറ്റ് 10ഉം 11ഉം ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് എയിംസ്? എയിംസ് ഡൽഹി, എയിംസ് ഭോപ്പാൽ, എയിംസ് ഭുവനേശ്വർ, എയിംസ് ജോധ്പൂർ, എയിംസ് പട്ന, എയിംസ് റായ്പൂർ, എയിംസ് ഋഷികേശ്, എയിംസ് റായ്ബറേലി, എയിംസ് മംഗൾഗിരി, എയിംസ് നാഗ്പൂർ, എയിംസ് ബത്തിണ്ട, എയിംസ് ദേവ്ഗർ, എയിംസ് ഗോരഖ്പൂർ, എയിംസ് കല്യാണി, എയിംസ് ബിബിനഗർ, എയിംസ് മധുരൈ, എയിംസ് രാജ്കട്ട്, എയിംസ് വിജയ്പൂർ, എയിംസ് അവന്തിപുര. ഈ വിജയ്പൂർ അവന്തിപുര എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ്. ബിലാസ്പൂർ ഹിമാചൽ പ്രദേശ്, ചന്ദാരി ആസാമിലാണ്, റെവാരി ഹരിയാനയിലാണ് എയിംസ്, എയിംസ് ദർഭംഗ ബീഹാറിലെ 2ാമത്തെ എയിംസ് ആണ്. അപ്പം ഈ റെവാരി എയിംസിലേക്കും വേക്കൻസി ഇപ്പം ഇനി വരുന്ന അഡ്വർടൈസ്മെന്റിൽ വേക്കൻസി വരും. ദർഭംഗ എയിംസിലേക്ക് ഫ്യൂച്ചറിൽ വരാം, മേ ബി നെക്സ്റ്റ് ഇയർ. ഈ വർഷം ഇല്ല ദർഭംഗയിൽ. അപ്പൊ ഇത്രയും എയിംസ് ആണ് നമുക്ക് 23 എയിംസ് ആണ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ദർഭംഗ ഫംഗ്ഷണൽ അല്ല, റെവാറി ഫംഗ്ഷണൽ ആയിരിക്കും. മീൻസ് വി ക്യാൻ എക്സ്പെക്ട് ദിസ് ഇയർ. അപ്പൊ ഇത്രയുമാണ് ടോട്ടൽ എയിംസ്. ഇനി ESICs, അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അണ്ടർ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ESIC ഹോസ്പിറ്റൽ വരുന്ന മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇതിനകത്ത് 145-ൽ പരം ഹോസ്പിറ്റൽസ് ഉണ്ട്. ESIC മെഡിക്കൽ കോളേജസ് ഉണ്ട്. ESIC ഹോസ്പിറ്റൽസ് ബോത്ത് സ്റ്റേറ്റും സംസ്ഥാനവും റൺ ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ സാലറി സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിലാണ്. അപ്പം ഇത്രയുമാണ് ESIC. നെക്സ്റ്റ് റെയിൽവേ ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റെയിൽവേ ഹോസ്പിറ്റലിൽ നമുക്ക് 16 സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 16 സോൺസിനകത്ത് തന്നെ 125 റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്. പോളി ക്ലിനിക്സ് 586 എണ്ണം ഉണ്ട്. സദേൺ റെയിൽവേ, ഇപ്പൊ നമുക്ക് സദേൺ ഡിവിഷൻ, അതായത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം, ഇതെല്ലാം കൂടെ ചേർന്ന് 11 റെയിൽവേ ഹോസ്പിറ്റൽസ് ആണ്. റെയിൽവേ ഹോസ്പിറ്റലാണ് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും റെയിൽവേ ഹോസ്പിറ്റൽസ്. ഇനി ഏതൊക്കെയാണ് പാരാമിലിറ്ററി ഫോഴ്സസ്? അതായത് പാരാമിലിറ്ററി ഏതൊക്കെയാ? CSISF, CRPF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ITBP. മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഞാൻ പറഞ്ഞു, അത് മെയിൽസിന് ഇല്ല, ഫീമെയിൽസിന് മാത്രമേ ഉള്ളൂ. അത് ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും. അവര് ഒരു നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ അവർ ലെഫ്റ്റനന്റ് കേണൽ പൊസിഷനിലാണ് ജോയിൻ ചെയ്തത്. അതായത് ഒരു ലെഫ്റ്റനന്റിന് കിട്ടുന്ന അതേ സാലറിയും അതേ ഡെസിഗ്നേഷനും ഒക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം CSISF, CRPF, BSF, ITBP അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലാണ് ഒരു നഴ്സിംഗ് ഓഫീസർ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പാരാമിലിറ്ററി നഴ്സിംഗ് സർവീസ് മിലിറ്ററി ഫോഴ്സസിലും ഇവിടെ CISF, CRPF, BSF, ITBP ഇവിടെ മെയിൽസിനും ജോയിൻ ചെയ്യാം. എക്സാം പാസ്സായി ഫിസിക്കൽ പാസ്സായി ജോയിൻ ചെയ്യാം. അപ്പം ഇതെല്ലാം അടുത്ത ഓപ്ഷൻസ് ആണ് പാരാമിലിറ്ററി നഴ്സിംഗ് ഫോഴ്സസ്. ഇനി ഏതൊക്കെയാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഇനി ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റും ഒക്കെ കഴിഞ്ഞ ശേഷം ഓട്ടോണോമസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വിച്ച് ഗീവ് സെൻട്രൽ ഗവൺമെന്റ് പേ സ്കീം. ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽ, GMCH ചണ്ഡീഗഡിലുള്ള, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെയും നമുക്ക് നഴ്സിനെ വേണം. IITs, ഒരുപാട് IITs ഉണ്ട്, IIT മദ്രാസ്, IIT ഭോപ്പാൽ, അങ്ങനെ IITs പട്ന. പാർലമെന്റിലും പ്രസിഡന്റ്സ് ഹൗസ്, എക്കണോമിക് റിസർച്ച് സെന്റേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് ഓൺ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, VVIP മെഡിക്കൽ ടീംസ്. ഈ VVIP മെഡിക്കൽ ടീംസ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ടീമിലായാലും നഴ്സിന് വേണം അവിടെ. അപ്പം ബേസിക്കലി നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ ഒരിക്കലും അവർ ഡയറക്റ്റ് എടുക്കത്തില്ല. യു ഹാവ് ടു ജോയിൻ എനി സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് പ്രധാനമന്ത്രിയുടെ
മെഡിക്കൽ ടീമിലുണ്ട്. ദേ ആർ ഫ്രം എയിംസ് ഡൽഹി. അപ്പം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VVIP മെഡിക്കൽ ടീംസിലും നിങ്ങൾക്ക് അതിന്റെ ഒരു പാർട്ട് ആകാം. യു ക്യാൻ റോം അറൌണ്ട് ഗ്ലോബ്. അതായത് നിങ്ങൾക്ക് എല്ലായിടത്തും പോവാം. അതായത് ആ VVIPs എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നിങ്ങൾക്കും പോകാം. അതൊക്കെയാണ് ഒരു നഴ്സിംഗ് ഓഫീസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. അതൊക്കെയാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി എന്താണ് ഡെസിഗ്നേഷൻ? നിങ്ങളൊരു നഴ്സിംഗ് എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, സെൻട്രൽ ഗവൺമെന്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ നഴ്സിംഗ് ഓഫീസർ ആണ്. നിങ്ങളുടെ പേ ലെവൽ 7 ആണ്, ലെവൽ 7 ആസ് പെർ 7 CPC. അതായത് 2016 7th കമ്മീഷൻ വന്നത്, സെൻട്രൽ പേ കമ്മീഷൻ. CPC എന്ന് പറയുമ്പോൾ സെൻട്രൽ പേ കമ്മീഷൻ. 8ാമത് സെൻട്രൽ പേ കമ്മീഷൻ ഈ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സാലറി ഹൈക്ക് കുറെ കഴിയുമ്പോൾ, 6-7 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വിത്ത് അരിയർ നിങ്ങൾക്ക് ബാക്ക് ഡേറ്റിൽ കിട്ടുന്നതായിരിക്കും. പേ ബാൻഡ് 2 ആണ്. ഇത് ഞാൻ ഈ പറയുന്ന എല്ലാ 7 CPC ആണ്. ഗ്രേഡ് പേ 4,600. നിങ്ങൾക്ക് ബേസിക് പേ 44,900 രൂപയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിനകത്ത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണ്? നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസർ ആകണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി വേണ്ടത്? BSc നഴ്സിംഗ് ഉണ്ടായിരിക്കണം. BSc ഹോണേഴ്സ് നഴ്സിംഗോ, BSc നഴ്സിംഗോ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ, അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്ത ഡിഗ്രി ആയിരിക്കണം. നിങ്ങൾ രജിസ്റ്റേർഡ് ആയിരിക്കണം. നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ അതായത് നിങ്ങൾ കേരളത്തിൽ നിന്നൊരാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇനി അഥവാ നിങ്ങൾ GNM ആണ് പഠിച്ചതെങ്കിൽ, ജനറൽ നഴ്സിംഗ് ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, നിങ്ങൾ സ്റ്റേറ്റിലെ സപ്പോസ് കേരളത്തിലാണെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കണം. നിങ്ങൾക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. 2 years എക്സ്പീരിയൻസ് വേണം. മിനിമം 50 ബെഡ് ഹോസ്പിറ്റൽ. അത് നിർബന്ധമാണ്. ഈ ക്രൈറ്റീരിയ അവർ നിങ്ങളുടെ വെരിഫിക്കേഷൻ, കാരണം പണ്ടൊക്കെ എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബയോമെട്രിക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആധാർ വെരിഫിക്കേഷനും ഈ എക്സാമിനേഷനും എല്ലാം ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഇനി എന്താണ് ഏജ് ലിമിറ്റ്? ഒരു അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ, നിങ്ങളുടെ കാറ്റഗറി അൺറിസർവ്ഡ് ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ. നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ OBC കാറ്റഗറി ഉള്ള ആൾക്കാരാണെങ്കിൽ 3 year റിലാക്സേഷൻ, അതായത് 33 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാം. SC ST ആണെങ്കിൽ 5 years വരെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട്. അതല്ല, നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണ്, നിങ്ങൾ PWBD സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 10 years മാക്സിമം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ബട്ട് ഷുഡ് നോട്ട് എക്സീഡ് 56 years. അപ്പൊ ഇതൊക്കെയാണ് ഏജ് ലിമിറ്റ്. ഇനി എന്താണ് സെലക്ഷൻ? നിങ്ങൾക്ക് ഞാനിപ്പോ ഈ പറയുന്ന നോർസെറ്റിന്റെ സെലക്ഷൻ ആണ്. സെലക്ഷൻ നോർസെറ്റിന്റെ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് 2 സ്റ്റേജ് ആയിട്ട് എക്സാം നടക്കുന്നത്. അത് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റേജ് 1-ല് നിങ്ങൾക്ക് 90 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും. 100 MCQs കാണും. 100 മാർക്സ് ആയിരിക്കും. വിത്ത് ടോട്ടൽ 100 മാർക്സ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യനും 4 ഓൾട്ടർനേറ്റീവ് കാണും. 20 MCQ, ഈ 100 ക്വസ്റ്റ്യനിൽ 20 MCQ റിലേറ്റഡ് ടു ജനറൽ നോളജ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 80 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നഴ്സിംഗ് സബ്ജക്ട്സ്, നിങ്ങൾ BSc നഴ്സിംഗിലോ അതോ GNM-ലോ പഠിച്ച ബേസിക് സബ്ജക്ട്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നെഗറ്റീവ് മാർക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെഗറ്റീവ് മാർക്ക് നിങ്ങൾ 1/3 മാർക്സ്, അതായത് നിങ്ങൾക്ക് 1 മാർക്കാണ് ഒരു ആൻസറിനെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഡിഡക്റ്റ് ആവും. ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 5 സെക്ഷൻസ് ആയിരിക്കും. 18 മിനിറ്റ് ആയിരിക്കും ഡ്യൂറേഷൻ. ഓരോ സെക്ഷനും 20 ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ 5 സെക്ഷൻ 100 മാർക്ക്. ഇനി സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാം ആണ്. 50% മിനിമം ക്വാളിഫൈ ചെയ്യണം. ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറിയുള്ള ആളാണെങ്കിൽ 50% മാർക്ക് വേണം എലിജിബിൾ ആകണമെങ്കിൽ നോർസെറ്റ് പ്രിലിമിനറി എക്സാമിന്. 45% OBC-യിലും 40% SC ST. ഒരു PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ അഡീഷണൽ 5% റിലാക്സേഷൻ ഉണ്ട്. അത് കാറ്റഗറി ഒന്നും അതിനകത്തില്ല. നിങ്ങൾക്ക് ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ യു വിൽ ഹാവ് ഇറ്റ്. അങ്ങനെ അതാണ് അതിന്റെ ഒരു സ്റ്റേജ് 1ന്റെ ഇത്. ഇനി അടുത്ത സ്റ്റേജ് 2. സ്റ്റേജ് 1 നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്നത് സ്റ്റേജ് 2-ലേക്കാണ്. സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് മെയിൻസ് എന്ന് പറയും. നമ്മൾ സ്റ്റേജ് 1 നമ്മൾ പ്രിലിമിനറീസ് എന്നും പറയും, സ്റ്റേജ് 2 മെയിൻസ് എന്നും പറയും. ഇവിടെ ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് 180 മിനിറ്റ് ആണ്. 180 മിനിറ്റ്, 160 MCQs കാണും, 4 ഓൾട്ടർനേറ്റീവ്സ് കാണും. ഈ 4 ഓൾട്ടർനേറ്റീവ്സില്
നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം നിങ്ങൾ നഴ്സിംഗിൽ ഇതുവരെ BSc നഴ്സിംഗിലോ ജനറൽ നഴ്സിംഗിലോ നിങ്ങൾ പഠിച്ച സിലബസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും ഉണ്ട്. 1/3 നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 0.33 നിങ്ങൾക്ക് നെഗറ്റീവ് റോങ് ആൻസറിന് ഡെഡ് ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ 4 സെക്ഷൻസ് ആയി ഡിവൈഡ് ചെയ്യും. 45 മിനിറ്റ്സ് ഈച്ച്, 40 ക്വസ്റ്റ്യൻ കാണും. അപ്പൊ 40 ഗുണം 4 160. 160 ക്വസ്റ്റ്യൻ 160 മാർക്സ്. ഈ സ്റ്റേജ് 2ന്റെ ക്വാളിഫയിങ് എന്ന് പറയുന്നത് 50% ഫോർ അൺറിസർവ്ഡ്, 45% ഫോർ OBC, 40% ഫോർ SC ST. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് 5% റിലാക്സേഷൻ ഫോർ PWD കാൻഡിഡേറ്റ്സ്. അങ്ങനെയാണ് സ്റ്റേജ് 2 CBT വരുന്നത്. ഇനി ടൈ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരേ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക എന്നാണ്. ഓൾഡർ കാൻഡിഡേറ്റ്സ്, ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്, 2 കുട്ടികൾക്ക് 45 മാർക്ക്. അപ്പൊ അവർ നോക്കുന്ന ഫസ്റ്റ് എന്തായിരിക്കും? ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ്, ആരാണ് ഇതിനകത്ത് സീനിയർ, അപ്പൊ അവർ ആദ്യം പ്ലേസ് ചെയ്യും. ഇനി രണ്ടുപേരും ഒരേ ഏജ് ഒരേ ഡേറ്റ് ഓഫ് ബർത്തിൽ പറഞ്ഞവരാണെങ്കിൽ എത്ര റോങ് ആൻസേഴ്സ് അവര് നെഗറ്റീവ് മാർക്കിംഗ് കുറച്ചു കൊണ്ടുവന്നവരെ ഫ്രണ്ടിൽ കയറ്റും. ബാക്കി കൂടിയ ആൾക്കാർ, നെഗറ്റീവ് മാർക്സ് കൂടുതലുള്ളവരെ ബാക്കിൽ. അങ്ങനെയാണ് മെറിറ്റ് എന്ന് പറയുന്നത്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോർസെറ്റ് സ്കോർ എത്രയാണോ അതാണ് നിങ്ങൾ മെറിറ്റ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ടൈ റെസൊല്യൂഷൻ. ഇനി നിങ്ങൾക്ക് എയിംസിൽ നഴ്സിംഗ് ഓഫീസർ നിങ്ങൾ ജോയിൻ ചെയ്തു ഇത്രയും നമ്മൾ പറഞ്ഞത് എങ്ങനെ എക്സാം പാസ്സായി, പൈസ സാലറി എത്ര നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നഴ്സിംഗിൽ നിങ്ങൾ എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം നിങ്ങൾക്കറിയാം, എയിംസ് എന്ന് പറയുന്നത് ടെർഷ്യറി കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ എയിംസിൽ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് റോൾസ് ആണ്. നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആകാം, നേഴ്സ് ഇൻഫോർമാറ്റിക് സ്പെഷ്യലിസ്റ്റ് ആകാം, ഒരു ഓസ്റ്റോമി നേഴ്സ് ആകാം, ഒരു വൂണ്ട് കെയർ നേഴ്സ് ആകാം, ട്രോമ നേഴ്സ് കോർഡിനേറ്റർ ആകാം, നേഴ്സ് കോർഡിനേറ്റർ അതായത് ഓർഗൻ ഡൊണേഷനിലൊക്കെ നേഴ്സ് കോർഡിനേറ്റർ ആകാം, ഹാർട്ട് ഫെയിലിയർ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആകാം, ഇൻ സർവീസ് എഡ്യൂക്കേറ്റർ അതായത് നിങ്ങൾ നേഴ്സിനെ ട്രെയിൻ ചെയ്യാം, ക്വാളിറ്റി കൺട്രോൾ നേഴ്സ് ആകാം, അല്ലെങ്കിൽ ട്രയാജ്, റെഡ് ഏരിയ, ഗ്രീൻ ഏരിയ, യെല്ലോ ഏരിയ എല്ലാം നിങ്ങൾക്ക് ട്രയാജ് നേഴ്സ് ആകാം. അപ്പൊ ഇത്രയാണ് ഒരു വൈഡ് വെറൈറ്റി ഓഫ് റോൾസ് ആസ് എ നഴ്സിംഗ് ഓഫീസർ ഇൻ എയിംസ്. ഇനി നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ബെനിഫിറ്റ്സ്? അപ്പൊ നിങ്ങൾ ചോദിക്കൂലേ എന്താണ് എയിംസ് ജോയിൻ ചെയ്താൽ എനിക്ക് എന്താ ബെനിഫിറ്റ്? എയിംസ് അതല്ല ഏതൊരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് സോഷ്യൽ സ്റ്റാറ്റസ്, അതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമുക്ക് പറയാം, നമ്മൾ എയിംസിലാണ് ജോലി ചെയ്യുന്നത്, നഴ്സിംഗ് ഓഫീസറാണ് ജോലി, ലെവൽ 7 അതായത് ഒരു ഗ്രൂപ്പ് B എംപ്ലോയി ആണ് നമ്മൾ. നമുക്ക് ഗ്രൂപ്പ് B എന്ന് പറയുന്നത് എത്ര എളുപ്പത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് B എംപ്ലോയി ആകാൻ പറ്റിയത്. അതൊരു ലെവൽ 7 നമ്മളൊരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 7 എത്താൻ പറ്റത്തില്ല. അപ്പൊ അതാണ് സോഷ്യൽ സ്റ്റാറ്റസ്. രണ്ടാമത്തത് സാലറി. നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ആരും ചോദിച്ചാൽ മതി, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിങ്ങൾക്ക് DA ഒക്കെ ഇപ്പൊ കുറച്ചായിരിക്കും കിട്ടുന്നത്. DA കിട്ടുന്നുമില്ലായിരിക്കാം, പക്ഷെ ഒരു സെൻട്രൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ജനുവരി ജൂലൈയിൽ 2 ടേമാണ് നിങ്ങൾക്ക് DA തരുന്നത്. ആ DA എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തത് ജോബ് സെക്യൂരിറ്റി. നിങ്ങളുടെ ജോബ് സെക്യൂർഡ് ആണ്. നിങ്ങൾക്ക് 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഒരു നഴ്സിംഗ് ഓഫീസർ ജോയിൻ ചെയ്ത്. NPS നിങ്ങൾക്ക് ഈ NPS പറയുമ്പോൾ എയിംസിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ NPS-ഉം, നിങ്ങൾ ESIC ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അവിടെ UPS ആണ്. OPS അല്ല, NPS അല്ല, UPS ആണ്. അപ്പൊ UPS ആണ്, നമുക്ക് NPS ആണ്, പക്ഷെ ഫ്യൂച്ചർ UPS നമുക്ക് പ്രതീക്ഷിക്കാൻ വരും. നെക്സ്റ്റ് EHS ബെനിഫിറ്റ്സ്, ഒരു എംപ്ലോയി ഹെൽത്ത് സ്കീം എന്ന് പറയും. അതായത് നിങ്ങൾ എയിംസിൽ ജോലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു മെഡിക്കൽ, നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ സപ്പോസ് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വയ്യാതെയാണ്, അവർക്കൊരു സർജറി ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് എംപ്ലോയി ഹെൽത്ത് സ്കീം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നാലാമത്തെ നിങ്ങൾക്ക് ഹൗസിംഗ് ഫെസിലിറ്റി, നിങ്ങൾക്കൊരു ക്വാർട്ടേഴ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു ടൈപ്പ് 3 ക്വാർട്ടർ നിങ്ങൾക്ക് എലിജിബിൾ ആണ്. ടൈപ്പ് 3 നിങ്ങൾ നഴ്സിംഗ് ഓഫീസറാണ് ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 3 ക്വാർട്ടർ. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ അവിടെ 2 റൂമും ഒരു ഹാളും ഒരു കിച്ചണും ഉണ്ടായിരിക്കും. അട്രാക്റ്റീവ് സാലറി ആയിരിക്കും അല്ലെ. നിങ്ങൾക്കൊരു അറൗണ്ട് ഒരു 80, 85, 90 നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങളെ ഗ്രോസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ വലിയ കാര്യമല്ലേ. അലവൻസ്, ഒരുപാട് അലവൻസ് ഉണ്ട്. നമുക്ക് അലവൻസ് ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. LTC ഉണ്ടാവും. LTC എന്ന് പറഞ്ഞാൽ ലീവ് ട്രാവൽ കൺസെഷൻ. അതായത് നിങ്ങളുടെ ഫാമിലിക്കും, ഇപ്പൊ ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 മക്കളുള്ളവരാണെങ്കിൽ ഇവർക്ക് നിങ്ങൾക്ക് വർഷം ആദ്യത്തെ 8 വർഷം വരെ നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. ട്രെയിനിൽ യാത്ര കഴിഞ്ഞ ശേഷം പിന്നെ 8 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് LTC കിട്ടും. CNE ആൻഡ് ഇൻ സർവീസ്, നിങ്ങൾക്ക്
ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എയിംസ് നിങ്ങളെ ട്രെയിനിങ്ങിന് അയക്കും. ചിലപ്പോൾ അത് സ്റ്റേറ്റിലാകാം, സ്റ്റേറ്റിന്റെ പല ഭാഗത്താകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മിനിസ്ട്രിയിലേക്ക് ആയിരിക്കാം. അങ്ങനെ CNE ഇൻ സർവീസ്, നിങ്ങളുടെ എയിംസിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. സ്റ്റഡി ലീവ്, അഖിൽ സാർ പറഞ്ഞ പോലെ നിങ്ങൾ 5 വർഷം നിങ്ങൾ 5 വർഷം നിങ്ങൾ റെഗുലറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് നിങ്ങൾ എലിജിബിൾ ആണ്. അത് വിത്ത് പേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നോക്കൂ, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്ര പാടാ കിട്ടാൻ. സെൻട്രൽ ഗവൺമെന്റ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് അതല്ല. നിങ്ങൾ ഒത്തിരി ഫിനാൻഷ്യലി സൗണ്ട് ആണെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പേ ഇല്ലാതെ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ലീവ് തരും. സ്റ്റഡി ലീവ് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ നമ്മളെ നഴ്സിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ വളരെ കാര്യമാണ്, പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മെഡിക്കൽ ലീവ്, 10 മെഡിക്കൽ ലീവ്, ഏൺ ലീവ് 30 ഏൺ ലീവ് നിങ്ങൾക്ക് വർഷം കിട്ടും. ഒരു ഫീമെയിൽ നഴ്സിംഗ് ഓഫീസർ ആണെങ്കിൽ അവർക്ക് ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. അവരെ കുട്ടി 18 വയസ്സ് എത്തുന്നവരെ അവർക്ക് 2 വർഷം അവർക്ക് CCL ആയിരിക്കും, ചൈൽഡ് കെയർ ലീവ്, വിച്ച് ദേ ക്യാൻ ടേക്ക്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് 90 ഡേയ്സ് വരെ എടുക്കാൻ പറ്റും, 3 മാസം. പിന്നെ ഇൻക്രിമെന്റ്സ് പ്രൊമോഷനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞുതരാം. അപ്പൊ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് എ നഴ്സിംഗ് ഓഫീസർ ഹു ജോയിൻസ് ഇൻ എയിംസ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇതൊക്കെ കിട്ടും. ഇനി നിങ്ങളൊരു നഴ്സിംഗ് ഓഫീസറെ ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, നഴ്സിംഗ് ഓഫീസറെ കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ മുമ്പോട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 7ലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരു 2 വർഷം കഴിയുമ്പോൾ, 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആകും, ലെവൽ 8. അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ആകും, ലെവൽ 10. അത് കഴിഞ്ഞ് വീണ്ടും 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്, ലെവൽ 10. വീണ്ടും അതേ ലെവൽ തന്നെയാണ്, ലെവൽ 10ലേക്ക് പോകും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നഴ്സിംഗ് സൂപ്രണ്ട് ആവും, ലെവൽ 11. അത് കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ ചീഫ് നഴ്സിംഗ് ഓഫീസർ ആവും, അതായത് ചീഫ് ഓഫ് നഴ്സിംഗ് സർവീസ് ഓഫ് എയിംസ്, ലെവൽ 12. ലെവൽ 12 നിങ്ങൾ സർവീസ് കഴിയുമ്പോൾ എത്തും. നോക്കൂ, ഇത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസ് വേറെ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണുള്ളത്? അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ എയിംസിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെ അലവൻസ്? ഇനി നിങ്ങൾ ചോദിക്കും, സാലറി ഇത്രയല്ലേ ഉള്ളൂ, അപ്പൊ ഇനി അലവൻസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, അലവൻസ് നിങ്ങൾക്ക് എല്ലാ 6 മാസം DNS അലവൻസ് എന്ന് പറയും, DA, അതായത് ജനുവരി 1 ജൂലൈ 1 നിങ്ങൾ DA കൂടുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നത് അറൌണ്ട് ഹോളിയും അറൌണ്ട് ദീപാവലിയുമാണ്, ബട്ട് നിങ്ങൾ ബാക്ക് ഡേറ്റിൽ കിട്ടും. പിന്നെ ഹൗസ് റെന്റ് അലവൻസ്, HRA ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ബേസിക് 44,900 ആണെങ്കിൽ ആ ബേസിക്കിന്റെ 24%, അതായത് നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന കൺട്രി 3 കാറ്റഗറിയായിട്ട് തിരിച്ചേക്കുന്നത്, X, Y, Z സിറ്റി. സപ്പോസ് X ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. X എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറഞ്ഞ X സിറ്റിയാണ്. ഇപ്പൊ പട്ന എന്ന് പറയുന്നത് ഒരു Y സിറ്റിയാണ്. Z എന്ന് പറയുന്നത് ഒരു, ഞാൻ പറയാം, ദേവ്ഗർ. ഇപ്പൊ ഞാൻ എയിംസ് ദേവ്ഗർ പറഞ്ഞു, ദേവ്ഗർ ഇസ് എൻ Z സിറ്റി. അവിടെ X സിറ്റിയിലാണ് നിങ്ങൾ എയിംസ് ഡൽഹിയിലാണ് നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ ആകുന്നതെങ്കിൽ നിങ്ങൾ ബേസിക്കിന്റെ 24% നിങ്ങൾക്കൊരു HRA ആയിട്ട് കിട്ടുന്നത്. ഇനി ബേസിക് Y സിറ്റി, നിങ്ങളുടെ പട്നയോ പോലുള്ള സംസ്ഥാനങ്ങൾ സിറ്റിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ബേസിക്കിന്റെ 16% നിങ്ങൾക്ക് HRA കിട്ടുന്നത്. ദേവ്ഗറിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ദേവ്ഗർ പോലുള്ള, അതായത് ജാർഖണ്ഡ് പോലുള്ള സ്റ്റേറ്റിൽ ദേവ്ഗർ എന്ന എയിംസിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ 8% ആയിരിക്കും നിങ്ങളുടെ ബേസിക്കിന്റെ HRA ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെയാണ് HRAയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസ്. ഇനി ഇത് കൂടാതെ വേറെ എന്തൊക്കെ അലവൻസ്? വേറെ മന്ത്ലി അലവൻസ് ഏതൊക്കെയാണ്? നഴ്സിംഗ് അലവൻസ് ഉണ്ട്, 7,200 ഇപ്പൊ കൂടിയിട്ടുണ്ട്, 9,000 പെർ മന്ത് ആണ്. യൂണിഫോം അലവൻസ് 1,800 ഇപ്പൊ കൂടിയിട്ടുണ്ട്, 2,250 പെർ മന്ത് ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് 3,500 മുതൽ 4,500 പെർ മന്ത്. ഹയർ ഡിഗ്രി അലവൻസ്, നിങ്ങൾക്കൊരു MSc നഴ്സിംഗോ ഒക്കെ ഉണ്ടെങ്കിൽ 1,000 മുതൽ 2,000 പെർ മന്ത് വരെ കിട്ടും. പിന്നെ സ്പെഷ്യൽ ഏരിയ അലവൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ICUലോ OTയിലോ ഒക്കെയാണ് നിങ്ങൾ നഴ്സിംഗ് ഓഫീസറാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 540 പെർ മന്ത് നിങ്ങൾക്ക് അതർ അലവൻസ്, സ്പെഷ്യൽ ഏരിയ അലവൻസ് ആയിട്ട് ICU, OT അങ്ങനെയുള്ള ഹൈ HDU, ഡിപെൻഡൻസി അങ്ങനെയുള്ള 540 രൂപ പെർ മന്ത് നിങ്ങൾക്ക് ഇത്ര. അപ്പൊ ഇത്രയാണ് അതർ അലവൻസ്. ഇനി എന്തൊക്കെയാണ് അതർ സ്പെഷ്യൽ അലവൻസും ഉണ്ട്. ബാഗേജ് അലവൻസ്, അതായത് നിങ്ങൾക്ക് ഒരു ലെവൽ 7 എംപ്ലോയിക്ക് അറൌണ്ട് 5,000, അതായത് 2 വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ബാഗ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡിക്യാപ്ഡ് അലവൻസ്, ഞാൻ പറഞ്ഞു PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഹാൻഡിക്യാപ്ഡ് അലവൻസ് ഉണ്ട്, അതായത് ട്രാൻസ്പോർട്ടിലാണ് അവർക്ക് അലവൻസ്. ന്യൂസ് പേപ്പർ അലവൻസ്, നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആകുവാണ്, ലെവൽ 8, അവിടെ നിങ്ങൾക്ക് ഒരു മാസം അറൌണ്ട് 500 നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അലവൻസ് ഉണ്ട്.
ടെലിഫോൺ അലവൻസ് അതായത് മൊബൈൽ ഫോൺ, അതായത് നിങ്ങൾക്ക് എടുത്ത് ലെവൽ 10 നഴ്സിംഗ് ഓഫീസറായി, നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസറായി, നിങ്ങൾ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ആവുകയാണെങ്കിൽ ടെലിഫോൺ അലവൻസ് നിങ്ങൾക്കുണ്ട്. അതായത് അത് നിങ്ങളുടെ വീട്ടിൽ വൈഫൈയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ഫോണോ മൊബൈൽ ഫോണോ ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിൽ അത് അറൌണ്ട് 1200 പ്ലസ് GST ഇത് നിങ്ങൾക്ക് ടെലിഫോൺ അലവൻസ് ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ 2 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 27,000 വർഷം ആ കുട്ടി പ്രീ നഴ്സറി ടു വെൻ ഹി ഓർ ഷി അറ്റൈൻസ് 18 years 27,000 രൂപ നിങ്ങളുടെ ഓരോ കുട്ടിക്കും ട്യൂഷൻ ഫീസ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ LTC നിങ്ങൾക്ക് കിട്ടും എവരി ഇയർ. സെക്കൻഡ് AC രാജധാനി ടിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, സെക്കൻഡ് AC ആണ് കിട്ടുന്നത്. 8 വർഷം വരെ, 8 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിലൊരിക്കൽ. പിന്നെ എല്ലാ 4 വർഷം കൂടുമ്പോഴും നിങ്ങൾ ഇപ്പൊ ഇന്ന് ഈ വർഷം ജോയിൻ ചെയ്യുവാണെങ്കിൽ എല്ലാ 4 വർഷം കൂടുമ്പോഴും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ടൂർ വിത്ത് ഫാമിലി നിങ്ങൾക്ക് അതും അവൈൽ ചെയ്യാം എവരി 4 years. ഇതാണ് അതർ സ്പെഷ്യൽ അലവൻസ്. ഇനി ഇത്രയും പറഞ്ഞു. ഇനി ലീവ്സ് എന്തൊക്കെയാണ്? ലീവ്സ് നിങ്ങൾക്ക് 8 CL വർഷത്തിലുണ്ട്, 2 RH ഉണ്ട്, EL എന്ന് പറഞ്ഞാൽ ഏൺ ലീവ് 30 എണ്ണം ഉണ്ട്, മെഡിക്കൽ ലീവ് 10 എണ്ണം ഉണ്ട്, സ്റ്റഡി ലീവ് 24 മാസം അതായത് 2 വർഷം, മെറ്റേണിറ്റി ലീവ് 180 ദിവസമുണ്ട്, 2 കുട്ടികൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. CCL ഞാൻ പറഞ്ഞ പോലെ 2 വർഷത്തേക്കാണ് CCL കിട്ടുന്നത്. ടു എൻഡയർ സർവീസ് ആണ് ഞാൻ പറഞ്ഞത്. 3 സ്പെൽസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 90 ദിവസം ഒറ്റ സ്ട്രെച്ചിന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മെയിൽ ആണെങ്കിൽ, നിങ്ങളൊരു മെയിൽ ആണെങ്കിൽ പെറ്റേണിറ്റി ലീവ് കിട്ടും 2 കുട്ടികൾക്ക്, അത് 15 ദിവസം വെച്ചാണ് കിട്ടുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യണം, ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഉണ്ടാവും, 6 months ആണ് ചൈൽഡ് അഡോപ്ഷൻ ലീവ്. അപ്പൊ ഇതൊക്കെയാണ് ലീവ്സ് ഓഫ് എ നഴ്സിംഗ് ഓഫീസർ ഹു ജോയിൻസ് ഇൻ സെൻട്രൽ ഗവൺമെന്റ്. ഇനി നിങ്ങളുടെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും എന്തൊക്കെ വേക്കൻസീസ് ആണ് ഇനി ഈ വർഷം വരുന്നത്. ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ബഞ്ച് ഓഫ് വേക്കൻസീസ് ആണ്. എയിംസ് നോർസെറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരുപാട് പേര് എഴുതിയും കാണും നോർസെറ്റ് 9. ഇപ്പൊ ഈ വർഷം വരാൻ പോകുന്ന എയിംസ് നോർസെറ്റ് 10 and 11, 10 and 11 അറൌണ്ട് ഇത് രണ്ടോട് ചേർത്ത് അറൌണ്ട് 7,000 പ്ലസ് വേക്കൻസീസ് ആണ് വരുന്നത്. April 11 ആയിരിക്കും എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് എയിംസ് നോർസെറ്റ് 10. അതിന്റെ മെയിൻ സ്റ്റേജ് 2 മെയിൻ എക്സാം April 20, നോർസെറ്റ് 11 September 13, നോർസെറ്റിന്റെ മെയിൻസ് September 20. ഇതൊക്കെ ഞാൻ ടെന്റേറ്റീവ് ഡേറ്റാ പറഞ്ഞത്, അപ്രോക്സിമേറ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. അപ്പൊ എയിംസ് നോർസെറ്റ് 10 and 11 ആണ് ഈ വർഷം വരുന്ന വേക്കൻസി. രണ്ടാമത്തെ DSSB നഴ്സിംഗ് ഓഫീസർ, ഡൽഹി സർവീസ് സ്റ്റേറ്റ് ബോർഡിന്റെ നഴ്സിംഗ് ഓഫീസർ എക്സാം ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പേ തന്നെയാണ്, അലവൻസിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവരും നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 350 പ്ലസ് വേക്കൻസി, അത് ഈ മാസമോ അടുത്ത മാസമോ വരാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അവിടെ നഴ്സിംഗ് ഓഫീസർ അല്ല നിങ്ങളുടെ പോസ്റ്റ്, നോക്കൂ നഴ്സിംഗ് സൂപ്രണ്ടാ നിങ്ങളുടെ പോസ്റ്റ്. അപ്പം 500 പ്ലസ് വേക്കൻസിയാണ് ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം. ഇനി BSF ഞാൻ പറഞ്ഞു, പാരാമിലിറ്ററി ബോർഡർ സെക്യൂരിറ്റി സ്റ്റാഫ്, അവിടെ സ്റ്റാഫ് നഴ്സ് SI റാങ്ക് ആണ്, 200 പ്ലസ് വേക്കൻസിയാണ് വരുന്നത്. April മെയിലാണ് നമ്മൾ ആ വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ESIC നഴ്സിംഗ് ഓഫീസർ, അതും 1000 പ്ലസ് വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് February March, അതായത് ഈ മാസമോ അടുത്ത മാസമോ എൻഡോട് കൂടിയോ നമുക്ക് പ്രതീക്ഷിക്കാം. RML റാം മനോഹർ ലോഹിയ നിങ്ങൾ കേട്ട് കാണും, 400 പ്ലസ് വേക്കൻസിയാണ് ഈ മാർച്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിജിമർ 50 പ്ലസ് വേക്കൻസി April May 2026. അപ്പൊ ഇത്രയാണ് ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസി. എക്സ്പെക്ടേഷൻ ആണ്, മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരുപാട് പേര് കുറെ എക്സാമുകൾ അപ്ലൈ ചെയ്ത് കാണും. അപ്പൊ കഴിഞ്ഞ വർഷം വന്ന 2 ആപ്ലിക്കേഷൻസ് ആയിരുന്നു SGPGI ലക്നൌവും KGMU കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലക്നൌവും. ഇത് അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാം. മാർച്ച് എൻഡോടുകൂടി നിങ്ങൾക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാം. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കുക. അപ്പൊ പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പൊ ഇതൊക്കെയാണ് എക്സ്പെക്റ്റഡ് എക്സാംസ്, ഈ വർഷം വരുന്ന എക്സാംസ്. അപ്പം ഇതാണ് ഇൻ ഷോർട്ട് എയിംസ് നോർസെറ്റ് 10 എയിംസ് ഡൽഹി നടത്തുന്ന എക്സാം. ഞാൻ പറഞ്ഞു 11 April 2026 പ്ലിംസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, 2 സ്റ്റേജ് ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എക്സ്പെക്റ്റഡ് ഡേറ്റ്സ് ആണ്. ഇനി ഇത്രയുമാണ് ഞാൻ പറഞ്ഞു എന്റെ ഡിസ്കഷനിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസർ ആയാൽ നിങ്ങൾക്ക് എന്ത് ഗുണം. ഇനി രണ്ടാമത്തത്, നമ്മുടെ നഴ്സിംഗ് ആചാര്യയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ലാഭം, അല്ലെ, നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്സ്. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഈ കാര്യം പറയുമ്പോൾ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, 5 കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരും.
അപ്പൊ അത് നമുക്ക് 5+5 സ്ട്രാറ്റജി. അപ്പൊ 5 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും, 5 കാര്യങ്ങൾ നിങ്ങൾ സ്വയമേ ചെയ്യേണ്ടതാണ്. അപ്പൊ ആ 5 കാര്യങ്ങൾ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ തരും. അതിനൊരു സ്പെസിഫിക് ഗോൾ ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് എടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആയിരിക്കും. നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം, റിവൈസ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് നഴ്സിംഗ് ആചാര്യ ഉറപ്പ് തരുന്നു. അതാണ് ഫസ്റ്റ് ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് എയിം. രണ്ടാമത്തത്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് അത് എന്താണോ അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. ഓരോ കാൻഡിഡേറ്റിന്റെയും വീക്ക് ഏരിയാസ് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്താണ്? ആ വീക്ക് ഏരിയാസിന്, കാരണം സ്ട്രോങ് ഏരിയാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്റെ സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിച്ചുകൊണ്ട് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്. അപ്പൊ എന്റെ വീക്ക് ഏരിയ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ്. അപ്പം ആ വീക്ക് ഏരിയ ഏതാണോ അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് പകർന്നു തരും. അത് ഞങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. ആ വീക്ക് ഏരിയാസിന് നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. അതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഞങ്ങൾ തരുന്ന രണ്ടാമത്തെ അഷുറൻസ്. ഇനി മൂന്നാമത്തത്, പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും. എങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ടൈം കിട്ടുന്നില്ല എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ടേഴ്സ് കാണും. ആ ഡിസ്ട്രാക്ടേഴ്സിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം? നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഞങ്ങൾ തരും. ഒരുപാട് പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. കാരണം പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അത്രമാത്രം വർക്കൗട്ട് ചെയ്യണം, അത്രമാത്രം ക്വസ്റ്റ്യൻസ്. കാരണം ഒരുപാട് വർഷത്തെ പരിചയം, പഠിപ്പിച്ചും എഴുതിയുമുള്ള പരിചയം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല, വി ഹാവ് ടു പ്രാക്ടീസ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. പണ്ടൊരു പ്രോവർബ് ഉണ്ട്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഡ്രീം ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നാലാമത്തത്, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഓൺലൈൻ റിസോഴ്സ് ആയിരിക്കും, ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് ആയിരിക്കും. നഴ്സിംഗ് ആചാര്യ പ്രാക്ടീസ് ടെസ്റ്റ് ആയിരിക്കും. നഴ്സിംഗ് ആചാര്യ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പേഴ്സണലി 1-to-1 നിങ്ങൾ അത് അഡ്രസ് ചെയ്യും. നഴ്സിംഗ് ആചാര്യയുടെ സ്റ്റഡി മെറ്റീരിയൽസ്, മോസ്റ്റ് എഫക്റ്റീവ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് GK ഒക്കെ കൊണ്ടുപോകുന്നത്. റീസെന്റ് അഡ്വാൻസ് എന്തൊക്കെയാണ് നഴ്സിംഗും ഹെൽത്ത് കെയറും, എന്തൊക്കെ റീസെന്റ് ഫൈൻഡിങ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ പുതിയ ഇനിഷ്യേറ്റീവ്സ്, ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണ് ഇനിഷ്യേറ്റീവ്സ്, ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, എന്തെങ്കിലും പഴയ പ്രോഗ്രാംസ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് പകർന്നു തരും. ഈ 5 കാര്യങ്ങളാണ് നഴ്സിംഗ് ആചാര്യ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. തിരിച്ച് നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കിട്ടും എന്നൊരു ആത്മവിശ്വാസം, നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായാൽ, നഴ്സിംഗ് ആചാര്യ തരുന്ന സ്റ്റഡി പ്ലാനോട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരാം, യു വിൽ ക്രാക്ക് ദ എക്സാം. ഞങ്ങളുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നമുക്ക് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്തു, എന്റെ എയിം എന്ന് പറഞ്ഞാൽ ആ നഴ്സിംഗ് ഓഫീസർ എന്ന സ്വപ്നമാണ്. ആ സ്വപ്നം കുറെ സ്ട്രഗിൾ ഒക്കെ നമുക്കുണ്ടാവും. നമുക്ക് ഇത്രയും സബ്ജക്ട്സ് പഠിക്കണം, 3 മാസമേ ഉള്ളൂ, നോ ഇഷ്യൂ, വി വിൽ ക്രാക്ക്. ആ ഒരു ബോൾഡ്നെസ്, ആ ഒരു കറേജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ്, കോൺഫിഡന്റ് ആയിരിക്കണം. രണ്ടാമത്, നമുക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ, നമുക്ക് മോക്ക് ടെസ്റ്റ് തരാനേ പറ്റുള്ളൂ, പക്ഷെ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ പെർഫോമൻസിനെ വിലയിരുത്തണം. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അവിടെ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ പീഡിയാട്രിക് നഴ്സിംഗ് ആണ് പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ വീക്ക് ഏരിയ. എനിക്ക് അവിടെ ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഫന്റിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പം ഗീവ് ടൈം ടു ദാറ്റ്. അപ്പൊ എന്റെ ഗുഡ് ഏരിയ, എനിക്ക് ഡിഫൻസ് മെക്കാനിസം, മെന്റൽ ഹെൽത്ത് നഴ്സിംഗുള്ള ഡിഫൻസ് മെക്കാനിസം എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇത് പഠിക്കാൻ പറ്റുന്നു. അപ്പം യു ഗീവ് മോർ ടൈം ടു ദെയർ. അപ്പം അവിടെ നിങ്ങളുടെ ഓരോ ആഴ്ചയിലും അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് ഓൺ സൺഡേസ് യു റിവ്യൂ യുവർ പെർഫോമൻസ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയുന്നതാണ്, സ്റ്റേ ഹെൽത്തി. 7-8 മണിക്കൂർ നല്ലോണം ഉറങ്ങുക, നല്ല ന്യൂട്രീഷ്യസ് ഡയറ്റ് കഴിക്കുക, ഒരു ദിവസം 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളം കുടിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്.
നാലാമത്തെ കാര്യം, എന്ത് പ്രശ്നങ്ങളുണ്ടോ, എവിടെയെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടോ, ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. യു ക്യാൻ ഷെയർ യുവർ ഡൗട്ട്സ് ഇൻ ടു നഴ്സിംഗ് ആചാര്യ സ്റ്റഡി ഗ്രൂപ്പ്സ്. നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങളെ അഡ്രസ് ചെയ്യുന്നതായിരിക്കും. 24/7 they are available. You can have your doubts cleared in groups. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതെല്ലാം സംഭവിച്ചാലും എല്ലാ ദിവസവും നിങ്ങളെ പുഷ് ചെയ്യുക. പരിശ്രമം നിങ്ങളുടെ വിജയത്തിലേക്ക് തന്നെ എത്തിക്കും. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ നഴ്സിംഗ് ആചാര്യയിൽ ജോയിൻ ചെയ്തു എങ്കിൽ, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഐ അഷ്യൂർ യു, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും എന്താ പറയാ, ഇറ്റ് വോണ്ട് ഫെയിൽ. യുവർ പ്രോഗ്രസ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു സക്സസ്. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ആസ് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ബഡ്ജറ്റും ശ്രദ്ധിച്ചു കാണും. ഇന്നത്തെ റീസെന്റ് ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞ പോലെ നിംഹാൻസ് 2.0, നിംഹാൻസിന്റെ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഈ നോർത്ത് ഇന്ത്യയിൽ വരുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിൽ ബാംഗ്ലൂരിലുണ്ട്. ഇപ്പൊ ഇപ്രാവശ്യം ഒരുപാട് വേക്കൻസീസും അതുവഴി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാനുള്ളത്. ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകാം, ഞാൻ ഇന്ന് എന്തൊക്കെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ നമ്മളുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, നഴ്സിംഗ് ആചാര്യയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മിലിറ്ററി നഴ്സിംഗ് സർവീസ്, ESIC, റെയിൽവേ ഹോസ്പിറ്റൽ, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഞാൻ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പറഞ്ഞായിരുന്നു. സഫ്തർജംഗ്, കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, LHMC ന്യൂഡൽഹി, NITR ന്യൂഡൽഹി, വല്ലഭായ് പട്ടേൽ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CGHS ഡിസ്പെൻസറീസ്. ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 23 എയിംസും പിജിമറും ജിപ്മറും നിംഹാൻസും STITMSും നീഗ്രിംസും RCCയും കുറിച്ച് പറഞ്ഞായിരുന്നു. 23 എയിംസ്, റെവാറി എയിംസ് നമ്മൾ ഈ വർഷം വേക്കൻസി പ്രതീക്ഷിക്കുന്നുണ്ട്. ദർഭംഗ എയിംസ്, ചന്ദാരി എയിംസ് അപ്കമിങ് ഇയേഴ്സ് നമ്മൾ വേക്കൻസി പ്രതീക്ഷിക്കുന്നത്. ESIC 145+ ഹോസ്പിറ്റൽസ് ഉണ്ട്. ESIC മെഡിക്കൽ കോളേജസ്, ESIC ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സംസ്ഥാനം റൺ ചെയ്യുന്നുണ്ട്, കേന്ദ്രം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം പേ സ്കെയിൽ സെയിം ആണ്. റെയിൽവേ ഹോസ്പിറ്റൽസ് 16 സോൺസ്, 125 റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്, 586 പോളിക്ലിനിക്. സദേൺ റെയിൽവേ ഹോസ്പിറ്റൽ 11 ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് അവിടെ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റിന് എലിജിബിൾ ആയിട്ടുള്ളത്. പാരാമിലിറ്ററി നഴ്സിംഗ് സർവീസ് ഫോഴ്സസിൽ CISF, CRPF, BSF, ITBP ഇവിടെയൊക്കെ നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് സബ് ഇൻസ്പെക്ടർ ആണ്. ഇവിടെ മെയിൽസ് ഫീമെയിൽസ് ബോത്ത് ക്യാൻ അപ്ലൈ, ബട്ട് ഇൻ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഉള്ള ഫീമെയിൽസ് ക്യാൻ അപ്ലൈ. അത് നിങ്ങളുടെ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും നിങ്ങൾ ഭയങ്കര ഫീമെയിൽസിനൊക്കെ ഹൈ റെപ്യൂട്ടഡ് പോസ്റ്റ് ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്, ലെഫ്റ്റനന്റ് പോസ്റ്റ്. ഇനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, GMCH ചണ്ഡീഗഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, IITs, പാർലമെന്റ്, പ്രസിഡന്റ് ഹൗസ്, അറ്റോമിക് റിസർച്ച് സെന്റർ, സെൻട്രൽ ഗവൺമെന്റ് ഓൺഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, VVIP മെഡിക്കൽ ടീംസ്. ഡെസിഗ്നേഷൻ നഴ്സിംഗ് ഓഫീസർ ആണ്, പേ ലെവൽ 7 ആണ്, 7 CPC. പക്ഷേ ഈ ജനുവരി 1 മുതൽ അത് 8 CPC ആവും. അപ്പൊ നിങ്ങളുടെ സാലറിയും ഹൈക്കാകും. ബാക്ക് ഡേറ്റിൽ നിങ്ങൾക്ക് അരിയേഴ്സ് കിട്ടും. പേ ബാൻഡ് 2 ആണ്. ഗ്രേഡ് പേ 4600, ബേസിക് 44,900. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ്, BSc നഴ്സിംഗ് ഉണ്ടായിരിക്കണം, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അംഗീകൃത കോഴ്സ് ആയിരിക്കണം, രജിസ്റ്റർ നിങ്ങളുടെ ഇന്ത്യൻ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുമായിട്ടോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലുമായിട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതെല്ലാം നിങ്ങളുടെ GNM നഴ്സിംഗ് പഠിച്ച കുട്ടിയാണെങ്കിൽ യു ഹാവ് ടു രജിസ്റ്റർ ഇൻ യുവർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ. 2 വർഷം പ്രവൃത്തി പരിചയം മിനിമം 50 ബെഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് അൺറിസർവ്ഡ് 18 മുതൽ 30 വയസ്സ്. റിലാക്സേഷൻ ഫോർ OBC 3 years, SC ST 5 വർഷം. PWD കാൻഡിഡേറ്റ്സിന് 10 വർഷം, മാക്സിമം അപ് ടു 56 years. ഇനി സെലക്ഷൻ 2 തരമാണ്, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. സ്റ്റേജ് 1 90 മിനിറ്റ്, 100 MCQ, 100 മാർക്സ്, 4 ഓൾട്ടർനേറ്റീവ്, 80 MCQ നിങ്ങളുടെ നഴ്സിംഗ് സിലബസും, 20 MCQ ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 നെഗറ്റീവ് മാർക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 5 സെക്ഷനാണ് ഡിവൈഡ് ചെയ്യുന്നത്, 18 മിനിറ്റ് ഡ്യൂറേഷൻ ആണ്. ഓരോ സെക്ഷനും 20 ക്വസ്റ്റ്യൻ ആണ്. ഇനി സ്റ്റേജ് 1
പ്രിലിമിനറി എക്സാം നിങ്ങൾ പാസ്സാകണമെങ്കിൽ മിനിമം നിങ്ങളുടെ അൺറിസർവ്ഡ് കാറ്റഗറി ഉള്ള ആളാണെങ്കിൽ 50% ഉണ്ടായിരിക്കണം. ഫോർ OBC 40%, 40% SC ST. 50 PWD കാൻഡിഡേറ്റ്സിന് അഡീഷണൽ 5% റിലാക്സേഷൻ ഉണ്ട്. അതൊരു കാറ്റഗറി അവർ നോക്കുന്നില്ല. സ്റ്റേജ് 2 CBTയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു എക്സാം എന്ന് പറയുന്നത് 180 മിനിറ്റ് ആയിരിക്കും. 160 ക്വസ്റ്റ്യൻ കാണും, 4 ഓൾട്ടർനേറ്റീവ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1/3 മാർക്സ്, അതായത് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ 0.33 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 4 സെക്ഷൻസ്, 45 മിനിറ്റ്, 40 ക്വസ്റ്റ്യൻ. 40 × 4 160 ക്വസ്റ്റ്യൻസ്. സ്റ്റേജ് 2 CBTയിൽ ക്വാളിഫയിങ് നോർസെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺറിസർവ്ഡ് കാറ്റഗറിയിലാണെങ്കിൽ 50%, OBCയിലാണെങ്കിൽ 45%, SC ST ആണെങ്കിൽ 40%. PWBD കാൻഡിഡേറ്റ്സിന് 5% റിലാക്സേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാറ്റഗറി. ഇനി ടൈ ആവുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും, ഏറ്റവും കുറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിന് മുകളിൽ വരുത്തും. ഇനി അതല്ല ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആണെങ്കിൽ ദെൻ എത്ര റോങ് ആൻസേഴ്സ് കുറച്ച് ചെയ്തു അവരെ ദേ വിൽ പ്ലേസ് ഹയർ. മെറിറ്റ് എപ്പോഴും മെറിറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു ദ നോർസെറ്റ് സ്കോർ. ഇനി നിങ്ങൾ എയിംസിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു നഴ്സിംഗ് ഓഫീസറിന് എന്തൊക്കെ ന്യൂ റോൾസ് ആണ് കിട്ടുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആകാം, നേഴ്സ് ഇൻഫോർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആകാം, ഓസ്റ്റോമി നേഴ്സ് ആകാം, വൂണ്ട് കെയർ നേഴ്സ് ആകാം, ട്രോമ നേഴ്സ് കോർഡിനേറ്റർ ആകാം, നേഴ്സ് കോർഡിനേറ്റർ ഫോർ ഓർഗൻ ഡൊണേഷൻ റിട്രൈവൽ ആകാം, ഹാർട്ട് ഫെയിലുവർ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആകാം, ഇൻ സർവീസ് എഡ്യൂക്കേറ്റർ ആകാം, ക്വാളിറ്റി കൺട്രോൾ നേഴ്സ് ആകാം, ട്രയാജ് നേഴ്സ് ആകാം. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ്? നിങ്ങൾക്ക് സാലറിയിൽ ബെനിഫിറ്റ് കാണും, ജോബ് സെക്യൂരിറ്റി, NPS, പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ UPS ആയിരിക്കാം, EHS ബെനിഫിറ്റ്സ്, ഹൗസ് ഫെസിലിറ്റി, അട്രാക്റ്റീവ് സാലറി, അലവൻസ്, LTC നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങൾക്കും, CNE ഇൻ സർവീസ്, സ്റ്റഡി ലീവ്, അഖിൽ സർ പറഞ്ഞ പോലെ സ്റ്റഡി ലീവ്, മെഡിക്കൽ ലീവ് ആൻഡ് നോൺ ലീവ്, ഫീമെയിൽ ആണെങ്കിൽ ചൈൽഡ് കെയർ ലീവ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇൻക്രിമെന്റ്സ് ആൻഡ് പ്രൊമോഷൻസ്. ഞാൻ പറഞ്ഞു നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവുകയും അസിസ്റ്റന്റ് നഴ്സ് സൂപ്രണ്ട് ആവുകയും ഡെപ്യൂട്ടി നഴ്സ് സൂപ്രണ്ട് ആവുകയും നഴ്സിംഗ് സൂപ്രണ്ട് ആവുകയും ചീഫ് നഴ്സിംഗ് ഓഫീസർ ആയിരിക്കും അവർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ അലവൻസ്? ഡിയർനെസ് അലവൻസ് ഞാൻ പറഞ്ഞു, വർഷത്തിൽ 2 ഹൈക്ക്, ജനുവരി ജൂലൈ. ഹൗസ് റെന്റ് നിങ്ങളുടെ ഏത് എയിംസ് എവിടെയാണ് നിങ്ങൾ എയിംസ് ഡൽഹിയിലാണ് നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബേസിക്കിന്റെ 24%. അതല്ല നിങ്ങളൊരു പട്ന പോലുള്ള സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അതൊരു വൈ സിറ്റി ആണ്, അപ്പം 16% ഓഫ് ബേസിക് പേ. നിങ്ങളുടെ എയിംസ് ദേവഗറിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഇസഡ് സിറ്റി, അപ്പൊ അവിടുത്തെ ബേസിക്കിന്റെ 8% ആയിരിക്കും നിങ്ങൾക്ക് HRA ആയിട്ട് കിട്ടുന്നത്. ഇനി അതർ അലവൻസ്, നഴ്സിംഗ് അലവൻസ് 7200 ഇപ്പൊ കൂടി 9000 ആയി. യൂണിഫോം അലവൻസ് 2250 പെർ മന്ത്, അതും കൂടിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് അലവൻസ് 3500 മുതൽ 4500 പെർ മന്ത്. ഹയർ ഡിഗ്രി അലവൻസ് നിങ്ങളുടെ MSc നഴ്സിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1000 to 2000 പെർ മന്ത് നിങ്ങൾക്ക് ഹയർ ഡിഗ്രി ആയിട്ട് കിട്ടും. സ്പെഷ്യൽ ഏരിയ അലവൻസ് നിങ്ങളുടെ ICUലോ OTയിലോ HDUലോ അല്ലെങ്കിൽ NICUലോ പോലുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 540 പെർ മന്ത് നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ കെയർ ഏരിയ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് കൂടാതെ അതർ സ്പെഷ്യൽ അലവൻസ്, ബാഗേജ് അലവൻസ് നിങ്ങൾക്ക് കിട്ടും, ബാഗ് വൺസ് ഇൻ 2 years. ഹാൻഡിക്യാപ്ഡ് അലവൻസ് നിങ്ങളൊരു PWBD കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടിലെല്ലാം ഹാൻഡിക്യാപ്ഡ് അലവൻസ് ഉണ്ട്. ന്യൂസ് പേപ്പർ അലവൻസ് ഉണ്ട്. 500 നിങ്ങൾ ലെവൽ 8ലേക്ക് നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആകുമ്പോൾ നിങ്ങൾക്ക് പെർ മന്ത് 500 നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അലവൻസ് ആയിട്ട് കിട്ടും. ടെലിഫോൺ അലവൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് മുകളിൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടോ നഴ്സിംഗ് സൂപ്രണ്ടോ ചീഫ് നഴ്സിംഗ് ഓഫീസറോ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോൺ ആണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലും നിങ്ങൾ ഉപയോഗിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈയും അറൌണ്ട് 1200 പ്ലസ് GST ടാക്സസ്, അതാണ് നിങ്ങൾക്ക് ടെലിഫോൺ അലവൻസ് ആയിട്ട് കിട്ടുന്നത്. ട്യൂഷൻ ഫീ നിങ്ങൾ നഴ്സിംഗ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 27,000 പ്രതിവർഷം നിങ്ങൾക്ക് കിട്ടും. LTC കിട്ടും നിങ്ങളുടെ ഫാമിലിക്കും. എല്ലാ വർഷവും നാട്ടിലേക്ക് യാത്ര, എവിടെയാണോ നിങ്ങൾ ഏത് സ്ഥലത്താണോ ജോലി ചെയ്ത് അവിടുന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് AC രാജധാനി ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻ എയിംസ് അഫോർഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് അല്ല, സെക്കൻഡ് AC രാജധാനി ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയും അങ്ങനെയും അത് ഡിപ്പെൻഡ് അപ്പോൺ ദ എയിംസ് അഡ്മിനിസ്ട്രേഷൻ. ബട്ട് ആസ് പെർ ദ റൂൾ നിങ്ങൾക്ക് സെക്കൻഡ് AC രാജധാനി ടിക്കറ്റ് ആയിരിക്കും വർഷം കിട്ടുന്നത്. അത് ടിൽ 8 years. 8 years കഴിഞ്ഞാൽ ആഫ്റ്റർ എവറി 2 years നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ ഓൾ ഇന്ത്യ ടൂർ നിങ്ങൾക്ക് ഫാമിലിക്കും വൺസ് ഇൻ 4 years നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പറഞ്ഞു ലീവ്സ്, എത്ര ലീവ്സ് ആണ്? CL8, RH2, EL30, ML10, സ്റ്റഡി ലീവ് 24 മാസം, അത് 2 വർഷം, മെറ്റേണിറ്റി ലീവ് 180 ദിവസം 2 കുട്ടികൾക്ക്,
CCL 2 വർഷം എടുക്കാൻ പറ്റും. ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് 90 ദിവസമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പെറ്റേണിറ്റി ലീവ് 15 ദിവസം, അത് 2 കുട്ടികൾക്ക് കിട്ടുള്ളൂ. ചൈൽഡ് അഡോപ്ഷൻ ലീവ് കുട്ടികളില്ലാത്ത ദമ്പതിമാരാണെങ്കിൽ they will give child adoption leave for 6 months. അപ്പം എക്സ്പെക്ടഡ് വേക്കൻസി ഈ വർഷം വരുന്ന വേക്കൻസീസ് എയിംസ് നോർസെറ്റ് 10 and 11, DSSB നഴ്സിംഗ് ഓഫീസർ, RRB നഴ്സിംഗ് സൂപ്രണ്ട് നഴ്സിംഗ് ഓഫീസർ ആണ്, ലെവൽ 7 ആണ്, അവിടെ സൂപ്രണ്ട് എന്നാ പറയുന്നത്. BSF സ്റ്റാഫ് നഴ്സ്, ESIC നഴ്സിംഗ് ഓഫീസർ, RML, പിജിമർ. അപ്പൊ ഇതാണ് ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേക്കൻസീസ്. എക്സ്പയർഡ് അതായത് നിങ്ങൾ 2025 ഈ 2 എക്സാമുകളും ഈ 2 ആപ്ലിക്കേഷൻ SGPGA ലക്നൌവും KGMU ലക്നൌവും ഇത് കഴിഞ്ഞ വർഷം വന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ വർഷം ഫെബ്രുവരി മാർച്ച് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ എയിംസ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു. എയിംസ് ഞങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, 5+5 സ്ട്രാറ്റജി, ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. സ്റ്റഡി പ്ലാൻ ഞങ്ങൾ തരും നിങ്ങൾക്ക്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും, പ്രാക്ടീസ് സെഷൻസ് ഒരുപാട് തരും, ഓൺലൈൻ റിസോഴ്സ് സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ തരും, ഞങ്ങൾ അപ്ഡേറ്റ് തരും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി നഴ്സിംഗിൽ ഹെൽത്ത് കെയറിൽ ഉണ്ടായ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്. നിങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഫിഡന്റ് ആയിരിക്കുക, നഴ്സിംഗ് ആചാര്യ ജോയിൻ ചെയ്യുക, യു ക്യാൻ അച്ചീവ്. ഞങ്ങളുടെ ഹിസ്റ്ററി അതാണ്. നമ്മൾ നിങ്ങളെ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യും. പിന്നെ മോസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക. ഈ 3-4 മാസം നിങ്ങൾക്ക് ഈ 3-4 മാസം ഈ വർഷം നിങ്ങൾ അൺലെസ് ആൻഡ് അൺടിൽ യു അച്ചീവ് നഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഹെൽത്തിന് ഒരു പ്രശ്നവും വരാതിരിക്കട്ടെ. നല്ല ഡയറ്റ് കഴിക്കുക, 8 മണിക്കൂർ ഉറങ്ങുക, അറൌണ്ട് 2 to 3 liters വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, നഴ്സിംഗ് ആചാര്യ ഗ്രൂപ്പ്സ്, എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. യു ക്യാൻ ടോക്ക് 24/7. കൺസിസ്റ്റന്റ് എല്ലാ ദിവസവും നമുക്ക് അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ, അതായത് നെഗറ്റീവ് പീപ്പിൾ അവോയ്ഡ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിരിക്കുക, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. യു വിൽ അച്ചീവ്. നിങ്ങളുടെ പരിശ്രമം നിങ്ങളെ വിജയത്തിലേക്ക് തന്നെ എത്തിക്കും. ആ ഒരു ഡ്രീം ജോബിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ സോ ദാറ്റ് ഐ ക്യാൻ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ യു. യു ക്യാൻ സെൻഡ് മെസ്സേജ് ഓൾസോ. എനി ഡൗട്ട്സ്, എനിത്തിങ് ടു ബി ആൻസേർഡ്, എന്തെങ്കിലും ഞാൻ പറയാനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, 8th സെം സ്റ്റുഡന്റ് നോർസെറ്റ് 11 എപ്പോഴാണ്? 8th സെം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു യു ആർ ഇൻ 4th ഇയർ. അപ്പൊ 4th ഇയർ എന്ന് പറയുമ്പോൾ അൺലെസ് ആൻഡ് അൺടിൽ നോർസെറ്റ് 11 എന്ന് പറയുന്നത് സെപ്റ്റംബർ 13 സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത്. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി സപ്പോസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. എലിജിബിൾ ആയാൽ മാത്രമേ ബൈ സെപ്റ്റംബർ 13 ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെപ്റ്റംബർ 13 ആണ് മെയിൻ പ്രിലിമിനറി എക്സാം. സെപ്റ്റംബർ 30 ആണ് മെയിൻസ് എക്സാം വരുന്നത് നോർസെറ്റ് 11. അപ്പം നിങ്ങൾ നോക്കണം നിങ്ങളുടെ കോഴ്സ് ഈ സെപ്റ്റംബർ 11 മുമ്പ് കംപ്ലീറ്റ് ആവുമോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാൻ? യു ക്യാൻ ടൈപ്പ്. ചോദിക്കാൻ മടിയുള്ളവർ മെസ്സേജ് SMS ആയിട്ട് വായിക്കുക. You can place a message here so that I can answer it. Any more doubts? Anything? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പുതിയ മെസ്സേജ് ഒന്നും കണ്ടില്ല. താങ്ക് യു വെരി മച്ച് ആൻഡ് വി എക്സ്പെക്ട് മോർ ആൻഡ് മോർ ടു കം ആൻഡ് ജോയിൻ നഴ്സിംഗ് ആചാര്യ. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു.